കുറേ ആൾക്കാർക്ക് മുഖത്ത് കറുത്ത പാടുകൾ വരുന്നുണ്ട്. മുഖത്ത്, നെറ്റിയില്, ഈ മൂക്കിന്റെ ഈ ഭാഗത്തായിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കറുത്ത കറുത്ത പാടുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, ഈ കറുത്ത പാടുകൾ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, വേറെ സൈഡ് എഫക്റ്റ് എന്താണാവോ, എന്താ കാരണം എന്ന് അറിയുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഈ കറുത്ത പാട് വരുന്നത്? നമുക്ക് ഒരു കാര്യം അറിയുള്ളൂ, വെയിൽ കൊണ്ടാ കറക്കും അല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു വാച്ച് മൈ ഹോൾ വീഡിയോ ആൻഡ് ഡോണ്ട് സ്കിപ്പ്. ബൈ ദ വേ, ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ എന്തുകൊണ്ടാണ് മുഖത്തെ കറുത്ത പാടുകൾ വരുന്നത്? ഓക്കെ, ഒന്നാമത്തെ കാര്യം, മെലനിൻ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ ബോഡിയിലുണ്ട്. ഈ മെലനിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ്. ഈ മെലനിൻ നമ്മുടെ ബോഡിയിൽ കൂടുതലായാൽ, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ എന്തുണ്ടാവും? ബ്ലാക്ക് കളർ കൂടും. നമ്മുടെ ബോഡിയിലെ ബ്ലാക്ക് കളർ ഒരുപാട് കൂടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ സംശയം വരുന്നത്, ചിലർ ജന്മനാൽ തന്നെ അങ്ങനെയാണ്. അങ്ങനെ അത് ഒരു രോഗമല്ല, അല്ലെങ്കിൽ അതൊരു അസുഖമല്ല. നമ്മുടെ അച്ഛനെയും അമ്മയുടെയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് റിലേഷനായ ആർക്കാണെങ്കിലും എല്ലാവരെയും ഒരുമിച്ച് ഇതാക്കിയിട്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ജനിക്കുന്നത് അങ്ങനെയാണ് അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ കളർ എന്താ വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ഓൾ ഓഫ് ദിസ്. അതിനാണ് ഹെറിഡിറ്ററി എന്ന് പറയും. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷെ അവിടെയും ഇവിടെയും ചിലർക്ക് ഈ വൈറ്റ് പാച്ചസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണാം. അതൊക്കെ വിറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഒരു ഭാഗമാണ്. ഇതല്ലാതെ ഈ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ഈ ഭാഗത്ത് മാത്രം അങ്ങനെയുള്ള പാടുകൾ നമ്മൾ പലരിലും കാണാറുണ്ട് അല്ലെ? ഒന്നാമത്തെ കാരണം, വെയിൽ ഒരുപാട്. കുറച്ചു കാലം മുമ്പ് ഒരു ന്യൂസ് വന്നിരുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മുടെ ഓസോൺ ലെയർ, നമ്മുടെ എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോൺ ലെയർ, ആ ലെയറിൽ ചെറിയൊരു ഹോള് വന്നിട്ടുണ്ടെന്നും അതിനുശേഷമാണ് ചൂട് കാലത്ത് ഒരുപാട് ചൂട്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായി മാറിയത്. അതിനുശേഷം ഒരുപാട് അസുഖങ്ങൾ കൂടിയതായിട്ട് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഇങ്ങനെ ഒരു ന്യൂസ് കുറച്ചു കാലം മുമ്പ് വന്നത്, ഐ തിങ്ക് ഒരു 4 to 5 years ബാക്ക്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് ഈ ചൂട് കൂടുതലായിട്ട് നമുക്ക് ഫീൽ. അതിനു മുമ്പ് നമുക്ക് സമ്മർ സീസൺ ആണെങ്കിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷൻ അതല്ല. അപ്പോൾ ചൂട്, ഈ സണ്ണിൻ്റെ ലൈറ്റ് നമ്മുടെ എക്സ്പോസ് കൂടുതലായാൽ ബോഡിയിൽ മെലനിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ബ്ലാക്ക് കളർ വരാം. അതിനുശേഷമാണ് ഈ സൺസ്ക്രീൻ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി ടു പ്രൊട്ടക്ട് അവർ ബോഡി, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം തന്നെ മെലാസ്മ എന്ന് പറയും. മെലാസ്മ എന്ന് പറഞ്ഞാൽ കവിളില്, അല്ലെങ്കിൽ ഈ ഭാഗത്ത്, അല്ലെങ്കിൽ നെറ്റിയിൽ മാത്രം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള ഭാഗത്ത് ചിലപ്പോൾ ബ്ലാക്ക് കളർ, അല്ലെങ്കിൽ ബ്ലാക്ക് പോലെ, അല്ലെങ്കിൽ ഗ്രേ പോലെ, ബ്രൗൺ പോലെ ഇങ്ങനെയുള്ള പാച്ചസ് വരും. അത് ഈ മെലാസ്മ എന്നാണ് അതിൻ്റെ പേരാണ്, മെലാസ്മ. ഓക്കെ, അത് ഈ പറയുന്ന മാതിരി ബോഡിയിലെ മെലാനിൻ കൂടുതലായതുകൊണ്ടാണ് അതിങ്ങനെ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറേ കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പല രീതിയിൽ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ അലർജിക് രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാടുകൾ വരുന്നത്. പിന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വീണു, അല്ലെങ്കിൽ തട്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും നീര് വന്നു, വേദന വന്നു, അത് കൂടുതലായാൽ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് കാരണം ഹോർമോണൽ ഇംബാലൻസ്. അതിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ബ്ലാക്ക് കളർ പാടുകൾ വരും. ഒരുപാട് പേർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാം. ഓക്കെ, അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരാം. ഇതിൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. നമ്മുടെ എന്തായാലും നിങ്ങൾ ഫുള്ള് ബോഡി ചെക്കപ്പ് നടത്തുക. അപ്പോൾ അതിലൂടെ അറിയാൻ പറ്റും. അതിലൂടെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതൊക്കെ നേരിട്ട് പറഞ്ഞു തരാനേ നമുക്ക് കഴിയും. ഓക്കെ, നമുക്ക് ടെസ്റ്റിലൂടെ മാത്രമാണ് അത് മനസ്സിലാക്കാൻ പറ്റുക, എന്താണ് പ്രശ്നം അല്ലെങ്കിൽ എങ്ങനെ വന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിൽ മരുന്നുകൾ പുറത്തേക്ക് മാത്രമല്ല, ഒരുപാട് വേറെ ഈ പാടുകൾ വന്നു പറഞ്ഞ് കുറേ സൺസ്ക്രീനും ഫെയർ സ്കിന്നിൻ്റെ ആ ക്രീമുകളൊക്കെ ലോഷനൊക്കെ തേച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതല്ല, നമ്മൾ ഉള്ളിലോട്ട് ഇതിൻ്റെ മെയിൻ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ രക്തദുഷ്ടി, പിത്ത ഇംബാലൻസ് എന്ന് വെച്ചാൽ പിത്തദോഷത്തിൻ്റെ ഒരു ഇംബാലൻസ് കാരണം രക്തത്തിൻ്റെ ഒരു ഇംപ്യൂർ ബ്ലഡ്, ഒരു ഡേർട്ടി ബ്ലഡ് എന്നൊക്കെ പറയും. ഈ 2 കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ 2 സംഭവങ്ങളും ഓക്കെ ആയാലും, പിത്തം ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഴയ കളർ തന്നെ, ഒറിജിനൽ കളർ നമുക്ക് തിരിച്ചു വരും. നത്തിങ് ടു വറി, നമുക്കെല്ലാം സെറ്റാക്കാം. സോ ആർക്കെങ്കിലും ഇതേമാതിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഒന്നും പേടിക്കാനില്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.